കൊടുങ്ങല്ലൂരിൽ അവർ 922 സ്കൂൾ തുടങ്ങി. സുന്നികൾ എന്ന സ്കൂൾ തുടങ്ങി. സുന്നികൾ മദ്രസ തുടങ്ങിയത് 52-ലാണ്. 22-ൽ അവർക്ക് സ്കൂളുണ്ട്. എന്ന് മാത്രമല്ല, സ്കൂളിൽ പോകാത്തവരെ അവരുടെ മാനുകൾ ബഹിഷ്കരിച്ചു. സ്കൂളിലേക്ക് കുട്ടികളെ അയക്കൂലെങ്കിൽ ബഹിഷ്കരിക്കും. മാലിൽ ഒന്നും ചെയ്തു കൊടുക്കൂല. കേരള മുസ്ലിം ഐക്യസംഘത്തിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കൊടുങ്ങല്ലൂർ പ്രദേശത്ത് മാത്രമായി ഒതുങ്ങി നിന്നില്ല. ഇ കെ മൗലവിയും സംഘം കൊടുങ്ങല്ലൂർ നടത്തിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് സമാനമായി അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനും ഐക്യസംഘത്തിന്റെ മുന്നണി പോരാളിയുമായിരുന്ന ഷെറൂൽ സാഹിബ് കാസർഗോഡ് ഉൾപ്പെടുന്ന തെക്കൻ കാനറ പ്രദേശങ്ങളിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അതായത് ഐക്യസംഘത്തിന്റെ ആളുകൾ കൊടുങ്ങല്ലൂരും പ്രവർത്തിച്ചു. എവിടെ വരെ പ്രവർത്തിച്ചു? കാസർഗോഡ് വരെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. നല്ലതല്ലേ? ദേശീയ സമര സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിന്നു. ദേശീയ സമര പ്രസ്ഥാനത്തിലും ഷെരൂൽ സാഹിബ് സജീവമായിരുന്നു. ഇ കെ മൗലവിയുമായി ശക്തവും നിരന്തരവുമായ ബന്ധമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഇ കെ മൗലവിക്ക് പുറമെ കെ പി കേശവ മേനോൻ, കെ മാധവൻ നായർ, യു ഗോപാല മേനോന്, അമ്പലക്കാട്ട് കരുണാകര മേനോന്, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, കട്ടിലശ്ശേരി മുഹമ്മദ് കുട്ടി മൗലവി, കെ എം മൗലവി എന്നിവരുമായി ഷെറൂൽ സാഹിബ് നിരന്തരമായി ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം പണക്കാരനാണ്, കാസർകോട്ടുകാരനാണ്. അവിടെ സ്കൂളുകളൊക്കെ ഉണ്ടാക്കിയത് അദ്ദേഹം 922-കളിൽ. അവരുടെ പ്രവർത്തനങ്ങൾക്ക് വിലപ്പെട്ട സംഭാവനകളും ഷെറൂൽ സാഹിബ് നൽകുമായിരുന്നു. ദേശീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന മാതൃഭൂമി ദിനപത്രത്തിന്റെ അക്കാലത്തെ സാരഥികളെയെല്ലാം നേരിൽ പോയി കണ്ട് പരിചയപ്പെടുകയും അവരുടെ ആശയങ്ങൾ നാട്ടിൽ പ്രചരിപ്പിക്കാൻ മുന്നിൽ നിൽക്കുകയും ചെയ്തിരുന്ന ദേശസ്നേഹി കൂടിയായിരുന്നു ഷെറൂൽ സാഹിബ്. ദേശീയ സ്വാതന്ത്ര്യ സമര സേനാനികളുമായി കത്തിടപാടുകൾ നടത്തുന്നത് അദ്ദേഹത്തിന് പതിവായിരുന്നു. നല്ലതോ ചീത്തയോ? നല്ലതോ ചീത്തയോ? നല്ലത്. മുസ്ലിം സമുദായ പരിഷ്കരണ പ്രസ്ഥാനമായ കേരള മുസ്ലിം ഐക്യസംഘം കൊടുങ്ങലിൽ പിറന്ന കാലം 23 മുതൽ അതിന്റെ നേതാവായിരുന്ന ഷെറൂൽ സാഹിബ് ഇ കെ മൗലവി ആണെന്ന് ഇ കെ മൗലവി എഴുതിയിട്ടുണ്ട്. കുട്ടികളെ നീ കേട്ടോളൂ. 922 മുതൽ കൊടുങ്ങല്ലൂർ ഒരു സ്കൂളുണ്ട്. ആർക്ക്? കേരളത്തിലെ ആദ്യത്തെ വഹാബി പ്രസ്ഥാനത്തിന് സ്കൂളുണ്ട്. എന്താ നിങ്ങൾ വക വെച്ചു കൊടുക്കണേ? നേര് വക വെച്ച് കൊടുക്ക്. ഉണ്ട്. സമകാലിക മലയാളത്തിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു വരാം. 2022 30-കളിൽ തന്നെ നടക്കുന്ന മറ്റൊരു മാറ്റമാണ് ഓത്തുപള്ളികളുടെയും മദ്രസകളുമായുള്ള പരിണാമം. അതും നവോത്ഥാനവാദികളുടെ സ്വാധീനത്തിൽ തിടം വെച്ചതാണ്. 30-കളിൽ അവർക്ക് മദ്രസ, നമ്മക്ക് മദ്രസ 52. നമ്മളെ മദ്രസ തുടങ്ങുന്ന 52. കേരളം മുഴുവൻ ഉള്ള നമ്മക്ക് 52-ൽ ആകുള്ളത് 10 മദ്രസ. അവർക്ക് മദ്രസ 30-കളിൽ തുടങ്ങി. നേരത്തെ തന്നെ പോയി. അവർക്ക് ലക്ഷ്യം ഉണ്ടായിരുന്നു. നല്ലോണം മനസ്സിലാക്കണം. ഓത്തുപള്ളികളുടെ പഠനങ്ങളെയും പ്രവർത്തികളെയും കാലാരണപ്പെട്ടതായും സംസ്കാരമില്ലാത്തതായും ചിത്രീകരിക്കാൻ കഴിഞ്ഞതു വഴി അതിനു പകരം പുതിയ ഒരു സ്ഥാപനം വളർത്തിയെടുക്കാൻ നവോത്ഥാന പ്രസ്ഥാനക്കാർക്ക് കഴിഞ്ഞു. 1937 ആയപ്പോഴേക്കും തിരുരങ്ങാടിയിലെ നൂറുൽ ഇസ്ലാം മദ്രസ ഇവരുടെ കേരള ജമിയത്തുൽ ഉലമയ്ക്ക് കീഴിൽ വന്നു. 1937 തിരുരങ്ങാടിയിൽ 1937 നമ്മൾ ആദ്യത്തെ മദ്രസ എന്ന സംഘടന നടത്തുന്ന ആദ്യത്തെ മദ്രസ എന്ന 1952 തിരുരങ്ങാടിയിൽ നൂറുൽ ഇസ്ലാം മദ്രസ പോലെ സ്ഥാപനങ്ങൾ വളർന്നു വന്നു. 1947 ആയപ്പോഴേക്കിന് അറബിക് കോളേജ് ഉണ്ടായി. നമ്മൾ ആദ്യത്തെ അറബിക് കോളേജ് ഏതാ? സംഘടനയ്ക്ക് കീഴിൽ ആദ്യത്തെ അറബിക് കോളേജ് എന്താ? 1963 ഇവര് അറബിക് കോളേജ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് 1924. നമ്മൾ തീരുമാനിക്കുന്നത് 63. വലിയ വ്യത്യാസ. നമ്മൾ തീരുമാനിക്കുന്നത് 1963. നമ്മളെ സംഘടനയ്ക്ക് കീഴിൽ വന്ന ആദ്യത്തെ അറബിക് കോളേജ് ഏതാ? പട്ടിക്കാട് ജാമിഅ നൂരിയ. ഇവര് 1924 ഐക്യസംഘത്തിന്റെ 2ാം സമ്മേളനത്തിന് 2ാം വാർഷിക സമ്മേളനത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് വേണം? അറബിക് കോളേജ് വേണം. പണ്ഡിത സംഘടന വന്നു വേണം.
1940-കളുടെ രണ്ടാം പകുതിയിൽ സലഫി മദ്രസ പാഠപുസ്തകങ്ങൾ അച്ചടിച്ച് വിതരണം ചെയ്തു. 1940-കളെ രണ്ടാം പകുതിയിൽ, അതായത് 45ഓട് കൂടി മദ്രസ പാഠപുസ്തകം അച്ചടിച്ച് വിതരണം ചെയ്തു. ആര്? വഹാബികള്. നമ്മളെ പാഠപുസ്തകം എന്താ വരുന്നത്? 952-ല്. യത്തീംഖാന കേരള ചരിത്രത്തിലെ മുസ്ലിം സംഘടനകൾക്ക് കീഴിലുള്ള ആദ്യത്തെ യത്തീംഖാന തിരുവങ്ങാടി യത്തീംഖാന 943. എല്ലാവരും ആദ്യം നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ പിന്നാലെ ഓടിയതാണ്. 943-ൽ കേരളത്തിലുടനീളം വലിയ തോതിൽ കോളറ പടർന്നു പിടിച്ചു. ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടു. ഭയാനകമായ സാഹചര്യമുണ്ടായി. അന്ധവിശ്വാസം ഒഴുകിയിരുന്ന ഉൾനാടുകൾ കോളറ അതിഭീകരമായിരുന്നു. ആയിരക്കണക്കിന് ആൾ മരണപ്പെട്ടവർ, നിരവധി കുഞ്ഞുങ്ങൾ അനാഥരായി. അനാഥ മക്കളെ സംരക്ഷിക്കുക എന്നത് സമൂഹത്തിനു മുമ്പിൽ വമ്പിച്ച ബാധ്യതയായി മാറി. ഈ സന്ദർഭത്തിൽ അനാഥ സംരക്ഷണത്തിന് ശക്തമായ ഇടപെടലുകൾ നടത്താൻ ഇ.കെ. മൗലവിക്ക് കഴിഞ്ഞു. ഇ.കെ. മൗലവി ആരാ? വഹാബികളുടെ ജമിയത്തുൽ ഉലമയായ കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ്. അദ്ദേഹമാണ് ഇവിടെ ആദ്യമായി എന്തുകൊണ്ടുവന്ന് ആദ്യത്തെ യത്തീംഖാന കൊണ്ടുവന്നു. തിരുവങ്ങാടിയിൽ യത്തീംഖാന സ്ഥാപിക്കുന്നതിന് അദ്ദേഹം എം.കെ. മൗലവി, എം.കെ. ആജീബ് എന്നിവരോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു. അനാഥ മക്കളെ സംരക്ഷിക്കുക എന്ന സമൂഹത്തിന്റെ ബാധ്യതയാക്കേണ്ട ഇ.കെ. മൗലവി തിരുവങ്ങാടി യത്തീംഖാന സ്ഥാപിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്.